അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ മജീദാണ്. ഞാനിന്ന് രണ്ട് കാര്യം പറയാനാണ് വീഡിയോസിൽ വന്നിരിക്കുന്നത്. ഒന്ന് എൻ്റെ വർക്കിനെ പറ്റിയും, രണ്ട് ഒരാഴ്ച മുന്നേ വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെക്കുന്ന കമ്മിറ്റിക്കാർ അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഒരു വീഡിയോസ് ഇട്ടിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അത്. ചില ആൾക്കാർ എന്നെ പറ്റി തെറ്റിദ്ധാരണയാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഈ AC വെക്കണ പറ്റിയെന്ന് ഒരു അറിയപ്പെടുന്ന ഒരു മൂല്യാരെ വീഡിയോസ് എനിക്ക് കിട്ടിയിരിക്കണ്. അപ്പോൾ ആ മൂല്യാർ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ ആദ്യം എൻ്റെ വർക്കിനെ പറ്റി നിങ്ങളൊന്ന് കേട്ട് നോക്കി. അപ്പോൾ ഇതാണ് ഞങ്ങൾ വർക്ക് എടുക്കണ വീട്. ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ തറ തൊട്ടുങ്ങാണ്ട് താക്കോല് കൊടുക്കണ അതുവരെയുള്ള വർക്കും, അതേമാതിരി നിങ്ങൾ പണിക്കൂലി തരികയാണെന്ന് വെച്ചാൽ കരാറായിട്ട് തരികയാണെന്ന് വെച്ചാൽ അങ്ങനെ പണിക്കൂലി ആയിക്കാണ്ട് ഞങ്ങൾ വർക്ക് എടുക്കുന്നതാണ്. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന വർക്ക് പറഞ്ഞാൽ നല്ല കെട്ടുറപ്പോട് കൂടി എന്ന് വെച്ചാൽ നല്ല സ്ട്രോങ്ങിൽ ആണ് ഞങ്ങൾ വർക്ക് എടുത്തു തരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും വെക്കണ ഒരു എമൗണ്ടിലാണ് ഞങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് എടുത്തു തന്നെ തരിക. ഈ വീഡിയോസിൽ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ രേഖപ്പെടുത്തും. അപ്പോൾ എവിടെയെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. പറയാനുള്ളത്, പള്ളിക്ക് AC വെച്ചിട്ട് ഒരു മൂല്യാർ അതിനെ പറ്റിയ ഒരു വീഡിയോസ് ചെയ്തിരിക്കണ്. അത് ആദ്യം നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഒരു സംഗതിയാണ് സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്. അതിൽപ്പെട്ടതാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലെ ഒരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞാണ്ട് അത് അടച്ചു. എന്നാ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ട, അത് സ്വിച്ച് ഇടൂല. അപ്പൊ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാ പിന്നെ ആദ്യം തന്നെ വെക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആ മൂല്യാർ പറഞ്ഞത് കേട്ടില്ല നിങ്ങൾ? ആ മൂല്യാർ പള്ളിനല്ല പറയണത്, ചില പള്ളിക്കത്തെ കമ്മിറ്റിക്കാരെ പറയണത്. കാരണം ചില പള്ളിക്ക് എന്ന് വെച്ചാൽ ഞാൻ എല്ലാ കമ്മിറ്റിക്കാരും അല്ല കേട്ടോ പറയണത്. ചില പള്ളിക്കത്തെ കമ്മിറ്റിക്കാർ എന്ന് വെച്ചാൽ അവിടെ AC ഓണാക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്മിറ്റിയിൽ കുറച്ച് പൈസ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു ഊച്ചുമില്ല ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർ വരുന്ന ടൈമിൽ ആ AC ഓണാക്കും. എന്നാലോ സാധാരണക്കാർ, കൂലിപ്പണിക്കാർ, സാധാരണക്കാർ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓണാക്കും, ചിലപ്പോൾ ഓണന്നെ ആക്കൂല. അതിനെപ്പറ്റിയാണ് ആ മൂല്യാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനും തന്നെ അന്ന് ആ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പള്ളിനെ പറ്റിയല്ല. പള്ളിനെ പറ്റി ഞാൻ എൻ്റെ മനസ്സറിഞ്ഞാണ്ടും എൻ്റെ ശരീരം അറിഞ്ഞാണ്ടും ഞാൻ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം ഞാനും ഒരു പള്ളിക്ക് എന്താ വരിസംഖ്യതമാരി അവിടെ എന്തെങ്കിലും പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ അതിനൊക്കെ ഞാനും പൈസ കൊടുക്കണം. എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പൈസ കൊടുക്കുന്ന ആളാണ്. ഇപ്പോൾ ഞങ്ങളെ പള്ളിക്ക് തന്നെ AC വെച്ചിരിക്കണ്. അന്ന് ഞാൻ അന്ന് ഷോർട്ട് വീഡിയോ ഇട്ടന്ന് ഞാൻ ആ പള്ളി ഗ്രൂപ്പിൽ അന്നില്ല, ആ ഗ്രൂപ്പിൽ അന്നില്ല. പിന്നെ ഞാനത് വേറെ ആൾ മജീദ് എന്നെ പറ്റി ഇജ്ജ് പള്ളിനെ കുറ്റം പറഞ്ഞാണ്ട് ആ പള്ളീൻ്റെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റ് കണ്ടിട്ട് ഞങ്ങളെ പള്ളിക്കത്തെ കമ്മിറ്റിക്കാരോട് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇജ്ജ് അതിൽ അങ്ങനെ പള്ളീന് മോശമായിങ്ങാണ്ട് ഇപ്പോൾ പറഞ്ഞു, നമ്മളെ പള്ളീന് മോശമായി ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോസ് ശരിക്കും കണ്ടു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വെച്ചാൽ കേട്ടീമൊക്കെ കേട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോസ് ശരിക്കും കാണി, അപ്പോൾ അതിനെപ്പറ്റി അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ ഞങ്ങളെ പള്ളിനെ പറ്റി ഞാൻ പറഞ്ഞിക്കല്ലാന്ന് ആ പള്ളിക്കത്തെ കമ്മിറ്റിക്കാർക്ക് മനസ്സിലാക്കണം. പിന്നെയാണ് എന്നെ ആ ഗ്രൂപ്പിലൊക്കെ, ആ പള്ളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എന്നെ ചേർത്തത്. അതിന് മുന്നേ ഞാൻ അതിലില്ല. പിന്നെ എന്നെക്കൊണ്ട് വയ്ക്കണ മാതിരി ഞാനും ആ AC വെച്ചിട്ട് ഞാനും ഒരു സംഖ്യ ഞാനും കൊടുത്തേക്കണം. അതേമാതിരി ഞാനും വെച്ചാൽ വെക്കാതെ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മാസം പള്ളിൻ്റെ എന്താ പറയുക വരിസംഖ്യ വെച്ചാൽ 4-5 മാസം കൂടുമ്പോൾ അത് കൊടുക്കൽ. എന്നാൽ ഒരു പെരുന്നാൾ വരുമ്പോൾ ഫുള്ള് അത് കൊടുത്ത് തീർക്കലുണ്ട് ഞാൻ. അങ്ങനെ ഞാൻ കൊടുക്കാതെ നിൽക്കണ ആളല്ല ചുരുക്കി പറഞ്ഞാൽ. എന്നിട്ടാണ് അന്നത്തെ ആ ഷോർട്ട് വീഡിയോയിൽ കുറച്ച് ആൾക്കാർ അതിൽ കമൻ്റ് ഇട്ടേക്കാണ് ഞാൻ ശരിക്കും മുസ്ലിം അല്ല, അതേമാതിരി മരിച്ചു തന്നാലും സമാധാനം പറയേണ്ടിയിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഈ പണിയില്ലാത്ത ഈ റമദാൻ മാസത്തിൽ പണിയില്ലാത്ത ആൾക്കാരുണ്ടാവും, ഇഷ്ടംമാരുണ്ട്, എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അവരുടെ സങ്കടം കേട്ടിട്ട്, കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഗൾഫ് നിർത്തി വന്ന ആൾക്കാർ ഇവിടെ ഒരു പണിയും തുരല്ലാതെ
നടക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ വീട് കണ്ടാൽ വലിയ വാർപ്പിൻ്റെ പെരേക്കാരൻ, പക്ഷേ ഓലെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവസ്ഥ കണ്ടിട്ടാണ് ഞാനന്ന് ആ വീഡിയോസ് ഉണ്ടാക്കാൻ കാരണം. എന്ന് വെച്ചാൽ വരുമാനമില്ലാത്ത പള്ളിക്ക് AC വെച്ചാൽ പിന്നെ പണിയില്ലാത്ത ആൾക്കാർ നിലവിൽ തരുന്ന പരസ്യങ്ങൾ തരിക, അല്ലാതെ ഓലക്കൊണ്ട് കഴിയൂല. എന്ന് വെച്ചാൽ AC വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും. ആ ഉസ്താദ് പറഞ്ഞില്ലേ, എന്ന് വെച്ചാൽ AC വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും, അല്ലെങ്കിൽ പിന്നെ അത് വെക്കാൻ നിൽക്കരുന്ന ആ ഉസ്താദ് പറഞ്ഞില്ലേ. അപ്പോൾ അതേമാതിരിയാണ് അന്ന് ഞാനും ഇപ്പോൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ AC ചോട്ടിൽ ആരാ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കറണ്ട് ബില്ല് കൂടുമ്പോൾ അതിന് കറണ്ട് ബില്ല് അത് പിന്നെ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പള്ളിനെ പറ്റിയാണ്ട് ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ ഞാൻ മരിച്ചെന്നാൽ പഠിച്ചുകൊണ്ട് സമാധാനം പറയേണ്ടിരുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ആ പിന്നെ പറയുന്ന ആൾക്കാർ തെറ്റിദ്ധാരണയാണ്. ഓല അങ്ങനെ പറഞ്ഞിരുന്നു. ഓലിക്ക് പടച്ചോന് പുറത്ത് കൊടുക്കട്ടെ. അത്രയുള്ളൂ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ പിന്നെ ഇനിയും പിന്നെ വെച്ചാൽ നമ്മുടെ നാട്ടിലെ വല്ല പള്ളിക്കോ അല്ലെങ്കിൽ വേറെ പിന്നെ എന്താ പറയുക ഈ സുഖമില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ ഞാനും കൂലിപ്പണി എടുക്കുന്ന ആളാണ്. എന്നെക്കൊണ്ട് കഴിയണ മാതിരി ഞാൻ ഇതുവരെ കൊടുത്തിക്കണേനും ഇനി അങ്ങോട്ടും തന്നെ ഞാൻ കൊടുക്കാനും തയ്യാറാണ്. എന്നെക്കൊണ്ട് കഴിയണ മാതിരി, കാരണം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഓക്കെ, എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. വേറുള്ളൊരു സംഗതിയാണ്, സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട്. ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ്, പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ്. ആയിപ്പെട്ടതാണ് ഇപ്പൊ എല്ലാ പള്ളികളിലും AC വെച്ചിട്ടുണ്ട്, പക്ഷെ സ്വിച്ച് ഇടൂല. ഉള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട AC വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട്. മേലെ ഒരു എയർ ഹോൾ ഉണ്ടാവും. ഈ എയർ ഹോള് AC വെച്ചു എന്നുള്ള പേരും പറഞ്ഞാൽ അത് അടച്ചു. എന്നാ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ട, അത് സ്വിച്ച് ഇടൂല. അപ്പൊ കറണ്ട് ബില്ല് കൂടുമല്ലോ എന്ന് നമ്മൾ പറയാം. എന്നാ പിന്നെ അതായത് തന്നെ വെക്കേണ്ടിയിരുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വീടിൻ്റെ വർക്ക് മൊത്തം കരാറ് ഞാനല്ല എടുത്തിക്കണത്. ഇതിൽ നീല ഷർട്ട് ഇട്ട ഒരാളുണ്ട്, ആ താടി വെച്ച ആൾ ഫബീർ. അപ്പോൾ അയാളാണ് ഇതിൻ്റെ വർക്ക് കരാറ് എടുത്തിക്കണത്. ഞാനിത് കല്ലിന് പിന്നെ സബ്ബായിങ്ങാണ്ടാണ് ഞാൻ പിന്നെ പണിയെടുക്കണത്. എന്നുവെച്ചാൽ കല്ലിന് ഇത്ര പൈസ അറിഞ്ഞാണ്ട്. അപ്പോൾ പിന്നെ പണി ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടു. കാരണം പണി ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ല വൃത്തിയിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും വെക്കേണ്ട ആ റേറ്റിൽ ഞങ്ങൾ എടുത്ത് തരുന്നതാണ്. ഓക്കെ.